കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച മുസ്ലിം ലീഗ്. കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റ് 2 മാസത്തിനകം തുറക്കാനാണ് കോർപ്പറേഷന്റെ നീക്കം. കോർപ്പറേഷനിൽ അഴിമതി മാഫിയ ഭരണമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് നഗര വിമോചന യാത്ര തുടങ്ങി. കല്ലുത്താൻ കടവിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. അടുത്ത 2 മാസത്തിനകം മാർക്കറ്റ് മാറ്റുമെന്നാണ് വിവരം. ഇതിനെതിരെയാണ് മുസ്ലിം ലീഗ് പ്രതിഷേധം കടുപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നഗരവിമോചന യാത്രയ്ക്ക് പാളയത്ത് നിന്നും തുടക്കം കുറിച്ചു. ഇപ്പോൾ ഇവിടെ 153 കച്ചവടക്കാരാണ് ഒഴിവാക്കുന്നതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ 2000-ഓളം തൊഴിലാളികൾ, പിന്നെ അവരുടെ അനുബന്ധ തൊഴിലാളികൾ ഒരു 5000-ഓളം വരും. അവരുടെ കുടുംബങ്ങൾ, ഇവരെയൊക്കെ പട്ടിണിയിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ഇവിടെ പുതിയ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നല്ല നവീകരണ പ്രവർത്തനങ്ങളിലൂടെ പാളയം പച്ചക്കറി മാർക്കറ്റ് ഇവിടെ തന്നെ നിലനിർത്തുക എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗ് ഈ സംവിധാനത്തിൽ തീരുമാനമെടുക്കുന്നത്. വയറിംഗ് പ്രവൃത്തികൾ, നിലമൊരുക്കൽ, സാനിറ്ററി സജ്ജീകരണങ്ങൾ ഒരുക്കൽ എന്നിവയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ 300-ലധികം കടമുറികളാണുള്ളത്. ഇതിൽ 153 കടമുറികൾ മാത്രമാണ് പാളയം മാർക്കറ്റിലുള്ളവർക്ക് നൽകുക. ഇത് കെട്ടിടത്തിന്റെ താഴെ നിലയിലാണ്. പുതിയ പാലം റോഡിന്റെ ഇരുവശത്തുമായുള്ള 2 കെട്ടിടങ്ങളാണുള്ളത്. പ്രധാന റോഡിൽ നിന്ന് കയറി വരുന്ന 1-ാം നിലയടക്കമുള്ള മറ്റ് കടമുറികൾ മറ്റ് കച്ചവടക്കാർക്കായി വാടകയ്ക്ക് നൽകും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.